അപ്പോൾ ഇതേ നമ്മൾ പോവുകയാണ് തിമിംഗലത്തിനെ കാണാൻ വേണ്ടിയിട്ട്. തിമിംഗലത്തിനെ കാണാൻ പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് തിമിംഗലം. അപ്പോൾ ഇതേ നമ്മളിത് ബീച്ചിലേക്ക് വരുവാണ്. അവിടെ ഉണ്ടാ സംഭവം എന്ന് അറിയത്തില്ല. വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിളിച്ച് ചോദിച്ചറിഞ്ഞി ഇവിടെ ചെയ്യാം. അതെ ഹായ് ഗൈസ്, നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ നീലത്തിമീങ്കലം അടിഞ്ഞെന്നുള്ളൊരു ന്യൂസ് കേട്ടിട്ട് നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ്. ഇനി അത് അവിടെ കുഴിച്ചിട്ടുണ്ടെന്നൊന്നും പറഞ്ഞൂടാ. JCB പോലീസുകാരെല്ലാവരും അവിടെ ഉണ്ട്. ഇനി നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം അത് അവിടെ ഉണ്ടോ, അതിനെ അവിടെ കുഴിച്ചിട്ടോ. അവിടെ പോയി നോക്കാം. അവിടെ നമ്മുടെ നീലത്തിമിംഗലം കണ്ട, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നീലത്തിമിംഗലത്തിനെ നേരിട്ട് കാണുന്നത്. സൂപ്പർ സാധനമാണ് കേട്ടോ. പക്ഷെ ഇത് ചത്ത് ചീഞ്ഞ് നല്ല മണമുണ്ട്. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തമ്മിൽ ഇതിൽ നിന്ന് തന്നെ ഫോട്ടോ കണ്ടത്. ഇത്രയും വലിയ നീലത്തിമിംഗലമാണ് നമ്മുടെ കരയ്ക്ക് അടിഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മുടെ നീലത്തിമിംഗലം കണ്ടോ. പക്ഷെ ഭയങ്കര സ്മെല്ലാത്ത സ്മെല്ലാണ്. ഉണക്കമീനുമാണ്. തിരിഞ്ഞിറങ്ങിയ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയത് അല്ലേ? തിരിഞ്ഞിറങ്ങിയ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷെ തിരിച്ചിടായിരുന്നു. ചിലപ്പോൾ തിരിച്ചിടും. നീലത്തിമീങ്കലം എല്ലാം കൂടെ വെള്ളത്തിമീങ്കലം ആയിട്ടുണ്ട്. ആലപ്പുഴ ബീച്ചിൽ നമ്മുടെ ഡോൾഫിൻ വില്ല ബീച്ചിന്റെ പുറകിലാണ്. ഡോൾഫിൻ വില്ല ബീച്ചിൽ കണ്ട നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ നീലത്തിമീങ്കലം ചത്ത് അടിഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്തയാണെങ്കിലും നമ്മുടെ ആലപ്പുഴ ബീച്ച് ആയതുകൊണ്ട് കാഴ്ചക്കാരെത്തിയാണ്. പിന്നെ കുഴിച്ചുകൂടാൻ വേണ്ടി പോകുകയാണ്. അപ്പം നമ്മുടെ അധികൃതരൊക്കെ വന്നിട്ടുണ്ട്. പോലീസുകാരും അതിന് കുഴിയെടുത്തവർ കുഴിച്ചു മൂടാനുള്ള ഒരു സെറ്റപ്പാണ്. ജച്ചാക്ക കാഴ്ചയാണ് വേണ്ടി ആൾക്കാർ കൂടി വരുന്നുണ്ട്. നമ്മുടെ അതായത് നമ്മുടെ ഡോൾഫിൻ വില്ല ബീച്ചിന്റെ പുറകു സൈഡും അതായത് കഫേ കെറ്റന്മാരുടെ പുറകു സൈഡൊക്കെ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഇതേപോലെ വീടിന്റെ അപ്പുറത്ത് തന്നെയാണ്. അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആൾക്കൂട്ടമൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. കണ്ട ഇതിന്റെ ബാക്ക് സൈഡൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീല സൈഡായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഗേര അതേ കണക്കത്തെ ഒരു സെറ്റപ്പായിട്ട് ഇത് ചത്ത് കുറച്ച് ദിവസമായി തോന്നുന്നു. അതാണ് ഇതിന്റെ കളറൊക്കെ പോയിട്ടുണ്ട്. കണ്ട ചീഞ്ഞാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുണ്ട് ചത്തിട്ട്. പിള്ളേരൊക്കെ അതിന്റെ അടുത്തോട്ടൊക്കെ പോകും. നല്ല വലിയൊരു നീലത്തിമീങ്കലമാണ്. ഇതിനെ കുഴിച്ചു കൂടും. കാരണം ഇത് മലന്ന് കിടക്കുവാണ്. മലന്നല്ല, കമഴ്ന്ന് കിടക്കുവാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ഒരു വ്യൂ ഒന്നും കിട്ടുന്നില്ല. ഇതിപ്പം JCB കൊണ്ട് ഇതിപ്പോ പൊക്കുമ്പം നമുക്ക് അതിന്റെ കറക്റ്റ് വ്യൂ കിട്ടും. അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ അമ്മച്ചിമാര് വരെ വന്നിട്ടുണ്ട് കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. ഈ അമ്മച്ചിയോട്ട് കാഴ്ച കാണാൻ. അപ്പൊ നമ്മുടെ ആലപ്പുഴയിൽ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വരേണ്ടത് ഇതൊക്കെ കാണാനായിട്ട്. പിള്ളേർക്കൊക്കെ വളരെ ഹാപ്പി. പിള്ളേരൊക്കെ ഇത് ഫോട്ടോയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മളിത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയൊരു കാഴ്ച. അപ്പൊ നമ്മളിത് കണ്ടപ്പോൾ ഒരു ഇത് തമിഴ്ന്നല്ലേ കിടക്കുന്നുണ്ട്. തമിഴ്ന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ കറക്റ്റ് വ്യൂ കിട്ടുന്നില്ല. ഇവര് മറിച്ചെടുക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട് നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ. കണ്ടോ നല്ലൊരു അടിപൊളി ഒരു കാഴ്ചയാണ്. കണ്ടോ പോലീസുകാരൊക്കെ അവിടെ ഒരു സെറ്റപ്പിലാണ്. കാരണം ഇതിപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായിട്ടുണ്ട് ചത്തിട്ട്. ഇപ്പം
എന്താന്ന് പറയണ മുമ്പ് ഇതേപോലെ ഒരു ഡോൾഫിൻ നമ്മുടെ ആലപ്പുഴ ബീച്ചില് ഇതേപോലെ അടിഞ്ഞിട്ടുണ്ട്. അത് സോറി അത് ഡോൾഫിൻ കഴിഞ്ഞത് നീലത്തിമീനുകൾ കഴിഞ്ഞു. എന്താ സംഭവം എന്ന് പറഞ്ഞോടാ. ഇത് കുറച്ച് ദിവസമായിട്ടുണ്ട് എന്തായാലും ചത്തിട്ട്. അതാണ് ഇങ്ങനത്തെ കളർ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മുടെ ഇതൊക്കെ മനുഷ്യനാശം അതാണ് കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യര് തന്നെ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ട് ഉപേക്ഷിക്കും. കുറെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കൊണ്ട് ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് കടപ്പുറത്തൊക്കെയാണ്. അതുകൊണ്ടാണ് ചിലപ്പോ ഇതിന്റെ വയറ്റൊക്കെ പോയി കുരുങ്ങി ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ കണ്ട. അതേപോലെ ബുദ്ധിമുട്ടും ഇത് വംശനാശം സംഭവിക്കരുത്. ഇതിലും വലിയ തിമിംഗലമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ഇടത്തരം തിമിംഗലമാണെന്ന്. ഇതിലും വലിയ തിമിംഗലമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇതല്ലേ ജീവി, കടലിലെ ഏറ്റവും വലിയ. അല്ല, നമ്മളിതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. അല്ല, എല്ലാരും ആദ്യമായിട്ടായിരിക്കും ഇത് നേരിട്ട് കാണുന്ന. കടലിന്റെ കുടലൊക്കെ ഇങ്ങനെ കുടലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിപ്പം അളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് നല്ല സ്മെൽ അടിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബ്ലോഗർ ആയതുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഇതൊക്കെ ഒന്ന് കാണിക്കേണ്ടതുകൊണ്ട് നമ്മൾ ഏത് ചെളിയും കല്ലും മണ്ണും നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ച് ഇതൊക്കെ കാണിച്ചു തരും. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരും. വെയിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് വെയിലെന്ന് പറയുന്നത് JCB കൊണ്ടുവന്നിട്ട് നീലത്തിമിംഗലത്തിനെ മാറ്റാൻ പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ആലപ്പുഴ ബീച്ചില് കുഴിയെടുക്കാൻ പോകുന്നത്. അതിന്റെ പറ്റക്ക് തന്നെ കുഴിയെടുത്തിട്ട് മൂടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നല്ല ജനമാണ്. നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് ഈ ഒരു കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നത്. അവര് കൊറേയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങോട്ട് കിട്ടുന്നില്ല. നല്ല അടിപൊളി സ്മെല്ലാണ് ഇവിടെ. നീലത്തിമിംഗലത്തിന് ഇങ്ങനെ ഇതാക്കുക ഭയങ്കര സ്മെല്ലാണ്. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. ഞങ്ങൾ മൂക്ക് പൊത്തിപ്പിടിച്ചോണ്ടിരിക്കുക. ഭയങ്കര ചീഞ്ഞ മണത്. ഇതിനെ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാങ്ങണ്ട ഭയങ്കര. ഇവിടെ ഷിയ ഛർദിക്കാനൊക്കെ നിൽക്കുക. ഭയങ്കര സ്മെല്ലാണ്. അതിനിങ്ങനെ മറച്ചിടുവാണ്. ഭയങ്കര സ്മെല്ല്. ഒരു രക്ഷയില്ല കേട്ടോ. അതിന്റെ ഇതൊക്കെ മഴ പെയ്യുവാണല്ലേ. അടുത്ത JCB വരുന്നുണ്ട്. ഒരു JCB കൂടെ വരുന്നു. നോക്ക്, അടുത്ത JCB കൂടെ വരുന്നുണ്ട്. 2 JCB ആണ് വന്നോണ്ടിരിക്കുന്നത്. കണ്ട, 2 JCB ആണ്.
എന്റെ പൊന്നെ ചുളുക്കി എടുക്കുന്ന അപ്പൊ ഇത് നമ്മുടെ അടുത്ത JCB വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇതിനെ പൊക്കി ഉയർത്താൻ പറ്റുന്നില്ല ഒരു JCBക്ക്. എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല കേട്ടോ. ഭയങ്കര കാറ്റുണ്ട്. രണ്ട് JCB വന്നാണ് നമ്മുടെ ഈ നീലത്തിമിംഗലത്തിനെ ഉയർത്താൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു JCB കുഴിയെടുക്കാനും ഒരു JCB കൊണ്ടിടാനുമാണെന്നാണ് തോന്നുന്നത്. എന്താ സംഭവം അറിയത്തില്ല. നമുക്ക് എന്തായാലും കണ്ടിരുന്ന് കാണാം. പ്രേക്ഷകരെ നിങ്ങൾ കാണുക. രണ്ട് JCB കൂടി ആ ഒരു തിമിംഗലത്തിനെ ഉയർത്തിയെടുക്കാൻ പോവുകയാണ്. കണ്ടാ, ഒരു JCB കൊണ്ടൊന്നും നടക്കത്തില്ല. അവനെവിടെ നമ്മുടെ ഓനെ വിളിച്ചിട്ടുണ്ട്. അവൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പതേ ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ ഇതിനെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. വേണ്ട അതിന്റെ വായല്ലേ ചോര വരുന്നുണ്ടോ വായുടെ അകത്തൂടെ? ചോരയിൽ എന്റെ പൊന്നളിയാ. എന്റെ അളിയോ ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ. എന്റെ പൊന്നോ, ചീന മണം. ഭയങ്കര മണമാണ്. നല്ല മഴ പൊടിയുന്നുണ്ട്. ഇത്ര നേരം വെയിലായിരുന്നു, ഇപ്പൊ നല്ല മഴ പൊടിയുന്നുണ്ട്. എന്ത് സ്മെല്ലാണെന്ന് അറിയാം എന്റെ പൊന്നലെ. പക്ഷെ ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഇങ്ങനെ റിസ്ക് ഒക്കെ എടുക്കുന്നത്. എന്തൊരു സ്മെല്ലാന്നറിയാവോ എന്റെ പൊന്നലെ. ഛർദ്ദിക്കാൻ വന്നിട്ടുള്ള കാരണം അതിന്റെ പിന്നെ എന്തൊക്കെയോ ഇറങ്ങി അങ്ങോട്ട് കടലിലേക്ക് തന്നെ പോകും. അപ്പൊ അതിന്റെ കുടലൊക്കെയാണ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പരുന്ത് കണ്ടത്, പരുന്ത് പറക്കുന്നുണ്ട്. പരുന്ത് കാര്യം അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ പൊക്കിയെടുത്തോണ്ട് പോകാനായിട്ടാണ് നമ്മുടെ പരുന്ത് എത്തിയിരിക്കുന്നത്. പരുന്ത് അത് കണ്ടിട്ട് പരുന്തിന് സഹിക്കുന്നില്ല. പക്ഷെ അതിനെ ഇത് കണ്ടോ. വേഗം ഇവിടെ വലുതടാ.
പറ്റില്ല. അതാണ് ഏറ്റവും വലിയൊരു സങ്കടം. ഏത് ഇതല്ല, ഇതിങ്ങനെ ചരിഞ്ഞു കിടക്കൂല ഇപ്പൊ. ചീഞ്ഞ പൊട്ടിപ്പോയി. വായുന്നതിന്റെ ബ്ലഡുകൾ എല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. നേരത്തെ ഇങ്ങോട്ട് എടുക്കും, ഇവിടെ ഇങ്ങനെ കിടക്കും. ഇതിപ്പോ പുളിഞ്ഞ് കൊറേ ഇതായി പുളിഞ്ഞേക്ക് കിടക്കുക. നേരത്തെ കിടക്കും, ഇതെല്ലാം ഇങ്ങനെ പൊട്ടിപ്പോയി. കണ്ട വയറുകൂടി ഇതൊക്കെ കിടക്കുന്നുണ്ട്. വീഡിയോ എടുത്തിട്ടുണ്ട്. ഇല്ല ആ കുഴി അവിടെ എടുക്കുന്നു. കുഴി പിടിച്ചിട്ടില്ല, പക്ഷെ ഇതിനെ ഇങ്ങനെ വെക്കുന്നു. പക്ഷെ ഒരു നിങ്ങളൊരു ഇച്ചിരി താമസിക്കുമോ? വീഡിയോ എടുത്തിട്ടുണ്ട്. പൊട്ടി നമ്മുടെ അതിന്റെ വയറൊക്കെ പൊട്ടിയാണ് ക്ലീനായിട്ടിരിക്കുകയാണ്. തിരിച്ചിട്ട് പക്ഷെ തിരിച്ചിട്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. തിമിംഗലത്തിന്റെ ഇത്രയും വലിയ വായിൽ കൂടെയാണ് മനുഷ്യരെ വരെ കഴിക്കുന്നത്. പൊട്ടുന്നുണ്ട്.
മുട്ടിപ്പോണല്ലോ വെള്ളം. അപ്പൊ ഇതിനെ എല്ലാം നീക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് നമ്മുടെ ഇതിന്റെ നീളവും വീതിയൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ അളക്കുവാണ്. അത് എത്ര വലിയ തിമിംഗലമാണ് ഈ ചത്തതെന്നൊക്കെ നോക്കുവാണ്. അപ്പൊ അതിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. മെഷർമെന്റ് എടുത്തോണ്ടിരിക്കുക. ഏകദേശം ഒരു ആനയുടെ അത്രയും വലിപ്പമുണ്ട്. ഏറ്റവും വലിയ കടലിലെ ഏറ്റവും വലിയ ജീവിയാണ് നമ്മുടെ നീലത്തിമിംഗലം. അപ്പൊ അതാണ് അതിന്റെ മെഷർമെന്റ് ആണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ നീളം അളന്നിട്ടുണ്ട്. ഇനി അതിന്റെ വീതിയാണ് ഇപ്പൊ അളന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് കുഴി ഒഴിക്കുന്നത്. അവിടെ അതാണ് ആളുകൾ വന്ന് ഇതിന്റെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അപൂർവമായ കാഴ്ചകൾ വെള്ളം ഇങ്ങനെ വന്നടാ. ഇത് വെള്ളം വരുന്നുണ്ടോ? അപ്പൊ നമ്മുടെ തിമിംഗലത്തിനെ കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുഴിയെടുക്കുന്നില്ല. കുഴിയെടുത്തത് അപ്പൊ നമ്മുടെ ഈ വെള്ളം നല്ല രീതിയിൽ ഉറവ പോലെ ശരിക്കും ഇത് പൊഴിയുടെ ഏതോ അടുത്തെങ്ങാനോ ആണെന്ന് തോന്നുന്നു. അതാണിങ്ങനെ വെള്ളം വരുന്നുണ്ട് ഇങ്ങനെ.